ഒരു ബോംബ് നിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോ അതിന് ഇത്രയും ശക്തി ഉണ്ടാവുമെന്ന് കരുതിയില്ല. സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ നടുപൊടിക്കാനുള്ള ഐറ്റം തന്നെയാ കിട്ടിയിരിക്കുന്നത്. വെരി ഗുഡ്. മതി, ഇത്രയും കേട്ടാ മതി. ഞാനത് കൃത്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഞാൻ കൊണ്ടുപോയ ബോംബ് പൊട്ടിയിരുന്നെങ്കിൽ അതിന്റെ നാശം എത്രയാണെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ലായിരുന്നു. ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടാവുമായിരുന്നു. വിചാരിച്ചതുപോലെ തകർച്ച ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല, സർവനാശം ഗ്യാരണ്ടി. അതെ. ത്യാഗരാജൻ സാർ, ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ഇത് മാത്രമല്ല, ഇതിലും ശക്തിയുള്ള വെടിമരുന്നുകൾ ഒന്നിനു പുറകെ ഒന്നായി എത്തും. പക്ഷെ അതൊന്നും ഞാൻ വെറുതെ തരുന്നതല്ല. എനിക്ക് പണം വേണം. എനിക്കറിയാം സാറ് സാമ്പത്തികമായിട്ട് ഒരല്പം പൊട്ടി നിൽക്കുകയാണെന്ന്. കോടതി വിധി വന്നതോടെ സ്വത്തും വസ്തുക്കളൊക്കെ കയ്യിൽ നിന്ന് പോയി. ബലരാമൻ സാറിനുള്ള വരുമാനം നിന്നു. ചന്ദ്രവതി മാഡം ഇപ്പൊ സഹായിക്കുന്നില്ല. അരുന്ധതി മാഡോ ഇപ്പൊ ഏക ആശ്രയം. അരുന്ധതി മാഡം കാശിറക്കണമെങ്കിൽ ഇനി സാർ ഉദ്ദേശിച്ച കാര്യം നടക്കണം. നീ വിഷമിക്കണ്ട, എനിക്ക് അത്രയും ദാരിദ്ര്യമൊന്നും വന്നിട്ടില്ല.